മുണ്ടക്കൈയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുണ്ടക്കൈയിലേക്ക് രക്ഷാപ്രവർത്തകർ ഇന്നത്തെ തെരച്ചിൽ ദൗത്യത്തിനായി വരുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. സിജു കണ്ണൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. സിജു, മുണ്ടക്കൈയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. രക്ഷാപ്രവർത്തകർ ഇന്നത്തെ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. അവർ കടന്ന് എത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ഭാഗത്ത് ഇന്നിപ്പോൾ സിജു നിൽക്കുന്ന ഈ ഇടത്താണോ ആദ്യം തെരച്ചിൽ നടത്താൻ വേണ്ടി പോകുന്നത്? മനു, ഞാനിപ്പോൾ നിൽക്കുന്നത് മുണ്ടക്കൈ ഭാഗത്താണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം സൈന്യത്തിൻ്റെ ഉൾപ്പെടുന്ന ആളുകൾ, രക്ഷാപ്രവർത്തകർ അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവർ പോകുന്നത് പുഞ്ചിരിമട്ടത്തേക്കാണ്. പുഞ്ചിരിമട്ടത്തേക്കുള്ള രക്ഷാദൗത്യ സംഘത്തിലുള്ള ആളുകളാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതോടൊപ്പം തന്നെ അവർക്ക് ഭക്ഷണവും വെള്ളവും ഉൾപ്പെടെ എത്തിക്കുന്നതിനുള്ള സന്നദ്ധ പ്രവർത്തകരുടെ വാഹനവും നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് ഈ മേഖലകളിൽ വളരെ സജീവമായ പരിശോധന നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അട്ടമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, വെള്ളാർമല വില്ലേജ് റോഡ്, GVHSS വെള്ളാർമല, പുഴയുടെ അടിവാരം എന്നിങ്ങനെ 6 സോണുകളായി തിരിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന, ഐബോൺ ബോർഡ് ഡ്രോൺ സംവിധാനം ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് റിട്ടയർഡ് മേജർ ഇന്ദ്രാബാലയുടെ നേതൃത്വത്തിലുള്ള സംഘവും പരിശോധന നടത്തുന്നു. ഇത്തരം കൂടുതൽ സിഗ്നലുകൾ ഈ മേഖലകളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ മനുഷ്യ ശരീരത്തിൻ്റെതായ സിഗ്നലുകൾ ഒന്നും ലഭിച്ചിട്ടില്ല എന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. സിഗ്നൽ ലഭിക്കുന്ന കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തുകയാണ് പ്രധാനമായും. മനു, നമ്മളിപ്പോൾ ഈ അപകടം വലിയൊരു ദുരന്തം നടന്ന് ടുക്കുമ്പോൾ ഒരാഴ്ച പിന്നിടുമ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം മുണ്ടക്കൈ ഉൾപ്പെടുന്ന മേഖല വലിയൊരു ശ്മശാന ഭൂമി പോലെ തന്നെ ഇങ്ങനെ കിടക്കുകയാണ്. ആ ദുരന്തത്തിൻ്റെ ഒരു വ്യാപ്തി നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി കാണാൻ സാധിക്കും. ഏറ്റവും മുകൾ ഭാഗത്ത് വനമേഖലക്കടുത്ത് നിന്ന് ഈ പ്രഭവ കേന്ദ്രം, ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രം കാണാൻ സാധിക്കും. അതിന് തൊട്ട് താഴെയാണ് പുഞ്ചിരിമട്ടം, അതിന് തൊട്ട് അടുത്ത സ്ഥലമാണ് മുണ്ടക്കൈ. അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ആ വനമേഖലയിൽ നിന്ന് ആരംഭിച്ച് കുത്തിയൊലിച്ചെത്തിയ മണ്ണും മരങ്ങളുമെല്ലാം തന്നെ, മലവെള്ളപ്പാച്ചിലിനൊപ്പം എത്തിയ മണ്ണും മരങ്ങളുമെല്ലാം തന്നെ കവർന്നെടുത്തത് നിരവധി ജീവനാണ്. നിരവധി സ്വപ്നങ്ങളുമായി കഴിഞ്ഞിരുന്ന മനുഷ്യരെയാണ്. അവരുടെ വീടുകളും സ്വന്തമായിരുന്നതെല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോയ ആ ദുരന്തത്തിൻ്റെ ഒരു വ്യാപ്തിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ചെറിയൊരു പുഴയായിരുന്നു, ആ പുഴയാണ് ഇപ്പോൾ ഇത്രയും വിശാലമായ നിലയിലേക്ക് കല്ലും പാറക്കെട്ടുകളുമെല്ലാം നിറഞ്ഞ രീതിയിലേക്ക് ഈ കരയിലേക്ക് കയറിക്കൊണ്ട് ഒഴുകി പോയത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വലിയ ആഴത്തിൽ ഇതുണ്ട്. അതോടൊപ്പം തന്നെ ഈ മുണ്ടക്കൈയുടെ ഈ ഭാഗത്തേക്ക് നോക്കിയാൽ മനസ്സിലാകും വ്യാപാര സ്ഥാപനങ്ങൾ, അതോടൊപ്പം തന്നെ വീടുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഒരു മസ്ജിദ് ഉണ്ടായിരുന്നു. അതിന് തൊട്ടടുത്തായി മസ്ജിദിൻ്റെ എത്രത്തോളം ഉയരത്തിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട് എന്ന് നമുക്ക് ആ ചെളി നിറഞ്ഞു നിൽക്കുന്ന ഭാഗങ്ങൾ കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന് തൊട്ടടുത്തായി വലിയൊരു പാറക്കല്ല്, ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനുമപ്പുറം വലിപ്പമുള്ള ഒരു പാറക്കല്ല് ഒഴുകിയെത്തുന്നു. ഇങ്ങനെ നിരവധി പാറക്കല്ലുകളും മരങ്ങളുമെല്ലാം തന്നെ ഒഴുകിയെത്തി. അതോടൊപ്പം ഈ വാഹനങ്ങളുടെ ഒരു ദൃശ്യം കാണാൻ സാധിക്കും. ഒരു ജീപ്പ് ഈ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി തകർന്നു കിടക്കുന്നു. അതോടൊപ്പം തൊട്ടടുത്തുള്ള കെട്ടിടങ്ങളെല്ലാം തന്നെ തകർന്നു കിടക്കുന്നു. വലിയ ഒരു ശ്മശാന ഭൂമി പോലെയാണ് ഇപ്പോൾ ആ മുണ്ടക്കൈ കാണുന്നത്. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള പുഞ്ചിരിമട്ടം കാണുന്നത്. ഏതായാലും പരിശോധന ഇന്ന് വ്യാപകമായി ഈ മേഖലയിൽ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. രക്ഷാദൗത്യ സംഘത്തിലെ ആദ്യ ഗ്രൂപ്പാണ് ഇപ്പോൾ ഇതുവഴി കടന്നുപോയത്. മനു, തീർച്ചയായും സിജു ഈ നിൽക്കുന്ന പ്രദേശത്ത് കഴിഞ്ഞ 7 ദിവസം മുൻപ് വരെ മനോഹരമായൊരു ചെറിയ ടൗൺ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അവിടെ കടകളും വ്യാപാര സ്ഥാപനങ്ങളും പള്ളിയും ഒക്കെ ഉണ്ടായിരുന്നൊരു പ്രദേശമാണ്. മനുഷ്യർ താമസിച്ചിരുന്ന, അവരുടെ സ്വപ്നങ്ങളുമായി, ചെറിയ സ്വപ്നങ്ങളുമായി താമസിച്ചിരുന്ന ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുണ്ടായിരുന്ന പ്രദേശമാണ്. അവരുടെ മുകളിലേക്കാണ് ഈ മഹാദുരന്തം ഉള്ളുപൊട്ടി ഒഴുകിയെത്തിയത്. ഇപ്പോൾ സിജു പറഞ്ഞതുപോലെ ഇന്നതൊരു ശ്മശാന ഭൂമിയായി മാറിയിരിക്കുന്നു. ഒരു കൂട്ടം മനുഷ്യരുടെ സ്വപ്നങ്ങളും ജീവനും എടുത്തുകൊണ്ടാണ് ആ ദുരന്തം ഒഴുകിപ്പോയത്. എനിക്ക് സത്യം പറഞ്ഞാൽ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അത്യധികം വേദനയുണ്ട്. നമുക്ക് എത്ര കാലം കഴിഞ്ഞാൽ പോലും ഈ വേദന നമ്മുടെ മനസ്സിൽ നിന്ന് മാറുമെന്ന് തോന്നുന്നില്ല. അത്ര മനോഹരമായൊരു ഭൂമിയായിരുന്നു, അത്രയും മനുഷ്യർ കഴിഞ്ഞിരുന്ന ഒരു പ്രദേശമായിരുന്നു ഇന്നിങ്ങനെ ഒരു ദുരന്തത്തിൻ്റെ ബാക്കി പത്രമായി അവശേഷിച്ച് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. സിജു,
മനു, വയനാടിൻ്റെ സൗന്ദര്യം ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമായിരുന്നു എന്നാണ് ഇവിടെ മുമ്പ് സന്ദർശിച്ചിരുന്ന ആളുകൾ പറയുന്നത്. മുണ്ടക്കൈ, അതോടൊപ്പം തന്നെ ചൂരൽമല, പുഞ്ചിരിമട്ടം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, ഒരു വശത്ത് തേയിലത്തോട്ടങ്ങൾ, മറുവശത്ത് വനഭൂമി, അതിനിടയിലൂടെ ഒഴുകുന്ന ഒരു ചെറിയ പുഴ, അതിൻ്റെ തൊട്ട് വശത്തായി ഈ കരയിലായി വലിയ സ്വപ്നങ്ങളുമായി കഴിഞ്ഞിരുന്ന സാധാരണക്കാരായിരുന്ന നിരവധി മനുഷ്യർ. ആ പ്രദേശത്തേക്കാണ് മനു സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു ദുരന്തം ഒരാഴ്ച മുമ്പ് പെയ്തിറങ്ങിയത്. നിരവധി മനുഷ്യൻ, അതോടൊപ്പം തന്നെ അവരുടെ സ്വന്തമായിരുന്നതെല്ലാം തന്നെ നഷ്ടപ്പെട്ട ആ ഒരു വലിയ ദുരന്തത്തിൻ്റെ ഒരു കാഴ്ചകളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ പ്രദേശം ഒരു കൊച്ചു ടൗണായിരുന്നു. 1-2 വ്യാപാര സ്ഥാപനങ്ങൾ, അതോടൊപ്പം തന്നെ ഒരു മസ്ജിദ്, അതിന് തൊട്ടടുത്തായി വീടുകൾ, ചെറിയ ചെറിയ വീടുകൾ, തേയിലത്തോട്ടത്തിലെ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ താമസിച്ചിരുന്ന സ്ഥലങ്ങൾ ഉൾപ്പെടുന്ന ഒരു പ്രദേശമായിരുന്നു മുണ്ടക്കൈ. പക്ഷേ ഇന്ന് മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശം പേരിൽ മാത്രമാണുള്ളത്. കാരണം ഈ പ്രദേശം പൂർണ്ണമായും, ഈ ചെറിയൊരു കവല ഉൾപ്പെടുന്ന ഒരു പ്രദേശം പൂർണ്ണമായും അങ്ങനെ നശിച്ചു പോകുന്ന, ഈ ദുരന്തത്തിൽ നശിച്ചു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. അത് ഇപ്പോൾ നമ്മൾ രാവിലെ വരുമ്പോൾ സാധാരണ നിലയിൽ ഈ പ്രദേശത്ത് രാവിലെ ആളുകൾ കൂടുതലായി ഈ തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകളും അതോടൊപ്പം തന്നെ തൊഴിലാളികളും എല്ലാം തന്നെ എത്തി നിൽക്കേണ്ട ഒരു സ്ഥലമാണ്. ചെറിയ ചായക്കടകളും അത്തരം കാര്യങ്ങളുള്ള സ്ഥലങ്ങളിലെത്തി വിവിധ ജോലികൾക്കായി പോകേണ്ട സ്ഥലമാണ്. ആ സ്ഥലത്തിൻ്റെ ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ നിലയിൽ മൂകമായി നിൽക്കുന്ന ഒരു സാഹചര്യം, അത്രത്തോളം വലിയ ഒരു ദുരന്തമായി ഈ ഒരു പ്രദേശത്തെ ഒന്നാകെ ഈ ഒരു പ്രദേശം ഒലിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു ദുരന്തം, അതിൻ്റെ ഒരു വ്യാപ്തിയും ആഴവുമാണ് ഒരാഴ്ചയ്ക്കിപ്പുറം നമ്മളിവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ മസ്ജിദിൻ്റെ ആ ഉയരങ്ങളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഈ പുഴയൊഴുകുന്ന ഒരു ആഴവും അതോടൊപ്പം തന്നെ ഈ മസ്ജിദിൻ്റെ ഉയരവും നോക്കുമ്പോൾ വലിയൊരു വ്യത്യാസമുണ്ട്. അതിൻ്റെ തൊട്ട് മുകളിലേക്ക് ചെളി നിറഞ്ഞു കിടക്കുന്ന ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. അത്രത്തോളം ഉയരത്തിലേക്ക് വെള്ളം കയറുകയും അതോടൊപ്പം തന്നെ വലിയ പാറക്കല്ലുകൾ, ആ കുന്നിന് മുകളിൽ നിന്ന് ഒഴുകി വരുന്ന പാറക്കല്ലുകളെല്ലാം തന്നെ ഈ റോഡിന് സമീപത്ത് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ചെറിയ മരങ്ങൾ ഉൾപ്പെടെ റോഡിന് സമീപത്ത് നിൽക്കുന്നു. തൊട്ടടുത്ത വീടുകളിൽ നിന്നെല്ലാം നമ്മളിപ്പോൾ കയറി വരുമ്പോൾ നമ്മൾ കണ്ടത്, ഈ വീടുകളിൽ നിന്നെല്ലാം പാത്രങ്ങൾ, അതോടൊപ്പം തന്നെ വീട്ടുപകരണങ്ങളെല്ലാം തന്നെ ഒഴുകിപ്പോയി. അത് ഈ റോഡിൻ്റെ ഇരുവശത്തുമുണ്ട്. അതോടൊപ്പം തന്നെ ചെറിയ വാഹനങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും തകരുന്ന നിലയിൽ കാണാൻ സാധിച്ചു. ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ദൃശ്യം, ഒരു ജീപ്പ് പൂർണ്ണമായും തകർന്നു കിടക്കുന്നു. അതോടൊപ്പം തന്നെ തൊട്ട് താഴെ മറ്റൊരു ബൈക്ക് തകർന്നു കിടക്കുന്നു. ഇങ്ങനെ അവരുടെ സ്വന്തമായിരുന്നതെല്ലാം തന്നെ തകർന്ന് നശിച്ചു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. അത്രത്തോളം ഭീകരമായ ഒരു ദുരിതമാണ് ഇവിടെ ഒഴുകിയെത്തിയത്. വലിയൊരു മഴയുടെ ഭാഗമായി, ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി ഒഴുകിയെത്തിയത്. ഇപ്പോൾ അടുത്ത സംഘം, രക്ഷാദൗത്യ സംഘം കടന്നു പോകുന്നു. പുഞ്ചിരിമട്ടത്തേക്കാണ് ആദ്യം പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഭാഗത്ത് പരിശോധന നടത്തുന്നതിൻ്റെ ഭാഗമായി, രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായി സൈന്യത്തിൻ്റെ വിവിധ സേനകളുണ്ട്. അതോടൊപ്പം തന്നെ NDRF സംഘം, SDRF സംഘം, അഗ്നിരക്ഷാ സേന, പോലീസ്, വനം വകുപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ വിവിധ മേഖലകൾ തിരിച്ചുകൊണ്ടുള്ള പരിശോധനകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 2 മൃതദേഹം കണ്ടെത്തി. അതോടൊപ്പം തന്നെ 10 ശരീരഭാഗങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. ഇപ്പോഴും പരിശോധന ഈ മേഖലകളിലെല്ലാം തന്നെ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് വ്യാപകമായ പരിശോധന നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതുപോലെ 6 സോണുകളായി തിരിച്ചുകൊണ്ട് പരിശോധന നടത്തും. അതോടൊപ്പം തന്നെ ഡോഗ് സ്ക്വാഡും ഈ പരിശോധനയുടെ ഭാഗമായി ഉണ്ട്. ഡോഗ് സ്ക്വാഡ്, തമിഴ്നാട് അഗ്നിരക്ഷാ സേനയുടെ ഡോഗ് സ്ക്വാഡ്, അതോടൊപ്പം തന്നെ കേരള പോലീസിൻ്റെ ഭാഗമായ ഡോഗ് സ്ക്വാഡ്, സൈന്യത്തിൻ്റെ ഭാഗമായ ഡോഗ് സ്ക്വാഡ്, ഇങ്ങനെ 9 നായകൾ, പരിശീലനം ലഭിച്ച നായകൾ ഈ പരിശോധനയുടെ ഭാഗമായുണ്ട്. കാരണം എവിടെയെങ്കിലും മനുഷ്യ ശരീരത്തിൻ്റെ സാന്നിധ്യമുണ്ടോ, കാണാതായ ആളുകളെ കണ്ടെത്താൻ കഴിയുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ നായയുടെ ഒരു പരിശോധനയിലൂടെ കണ്ടെത്താൻ കഴിയുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അത്യാധുനിക സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഐബോർഡ് ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്തുന്നു. അതോടൊപ്പം തന്നെ സ്കാനറുകൾ ഉപയോഗിച്ച് പരിശോധന നടത്തുന്നു. അട്ടമല, മുണ്ടക്കൈ, ഇന്നലെ ചുരൽമലയിൽ അവസാനം ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട്, ഒപ്പം തന്നെ ഈ ഐബോർഡ് റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയും നമ്മൾ കണ്ടിരുന്നതാണ്. സിജു, ഇന്ന് ഇപ്പോൾ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലനൊക്കെ അവിടെ ഉണ്ടല്ലോ, അവരൊക്കെ മുണ്ടക്കൈയിലേക്ക് എത്തുകയും ആ ഭാഗത്ത് ഈ ഡ്രോണുകളും ഒപ്പം തന്നെ ഐബോർഡ് റഡാറും ഉപയോഗിക്കാനുള്ള ഒരു തുടക്കമാണോ ഇന്നിപ്പോൾ രാവിലെ?
മനു, ഈ മേഖലയിൽ ഐബോർഡ് റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധന നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മുണ്ടക്കൈ മേഖല, പുഞ്ചിരിമട്ടം മേഖല കഴിഞ്ഞ ദിവസം ചൂരൽമലയിൽ ആ പരിശോധന നടത്തിയിരുന്നു. ഈ മേഖലയിൽ കൂടി വിശദമായ പരിശോധന, ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് നടക്കുന്നത്. അത്യാധുനിക സെൻസറുകൾ, യന്ത്രോപകരണങ്ങൾ, ഡ്രോണുകൾ, റഡാർ സൗകര്യങ്ങളെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്തുന്നു. മുണ്ടക്കൈ, ചൂരൽമല ദുരിതബാധിത പ്രദേശങ്ങളിൽ ഡ്രോൺ സർവേ നടത്തുമെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ ഉപസമിതി പത്രസമ്മേളനത്തിൽ, വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും വലിയ ഒരു രക്ഷാദൗത്യത്തിൻ്റെ സംഘമാണ് ഈ മേഖലയിൽ ഇന്ന് പരിശോധന നടത്തുന്നത്. സൈന്യം, അതോടൊപ്പം തന്നെ പോലീസും വനം വകുപ്പും അഗ്നിരക്ഷാ സേനയും എല്ലാം തന്നെ ഉണ്ട്. NDRFൻ്റെ സംഘമുണ്ട്, SDRFൻ്റെ സംഘമുണ്ട്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത് സന്നദ്ധ പ്രവർത്തകരുടേതാണ്. 1500-ലധികം സന്നദ്ധ പ്രവർത്തകരാണ് ഈ തിരച്ചിലിൻ്റെ ഭാഗമാകുന്നത്. വിവിധ മേഖലകളിൽ നിന്നെത്തിയ യുവജന സംഘടനകൾ, സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെയുള്ള ഉൾപ്പെടെ അതിൻ്റെ ഭാഗമായി എത്തുന്ന ആളുകൾ ഇവിടെ പരിശോധനയുടെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളായി നമ്മൾ കാണുന്നതാണ്. കൈമേയ് മറന്നുകൊണ്ട് ഭക്ഷണം പോലുമില്ലാതെ അത്രത്തോളം ആത്മാർത്ഥമായി അവർ ഈ മേഖലയിൽ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമാവുകയാണ്. കൂടുതൽ ആളുകൾ എത്തുന്നുണ്ട്. പക്ഷേ ഈ മേഖലയിൽ പരിശോധന നടത്തുമ്പോൾ കൃത്യമായും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് ആളുകൾക്ക് ഒരു നിയന്ത്രണം ഇന്ന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബെയിലി പാലം വഴി കടന്നു വരണമെങ്കിൽ ഇന്ന് കൃത്യമായും രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് ആളുകളുടെ പേര് വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയതിന് ശേഷം മാത്രമേ ഇങ്ങോട്ട് ചൂരൽമലയിലുള്ള ബെയിലി പാലം കടന്ന് മുണ്ടക്കൈ ഭാഗത്തേക്കും അതോടൊപ്പം തന്നെ പുഞ്ചിരിമട്ടം ഭാഗത്തേക്കും ഉൾപ്പെടെ പരിശോധന നടക്കുന്ന ഭാഗങ്ങളിലേക്ക് കടത്തിവിടൂ. കാരണം അതൊരു സ്വാഭാവികമായ നിയന്ത്രണമാണ്. കൃത്യമായും ഇതിനകത്ത് എത്രത്തോളം ആളുകൾ എത്തുന്നു, പരിശോധന നടത്തുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു ദുരന്ത ഭൂമിയാണ്. അതുകൊണ്ട് തന്നെ അത്തരം നിയന്ത്രണങ്ങൾ അതിൻ്റെ ഭാഗമായാണ് ഏർപ്പെടുത്തുന്നത്. കൃത്യമായും ആളുകളെ അകത്തേക്ക് രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് കടത്തിവിടുന്നത്. മാധ്യമപ്രവർത്തകരെയും കൃത്യമായും എണ്ണമെടുത്ത ശേഷം കടത്തിവിടുന്നു. അങ്ങനെ ഒരു നിയന്ത്രണം ഈ ഭാഗത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ശക്തമായ പരിശോധന ഇന്ന് ഈ മേഖലകളിൽ നടക്കും. അത്യാധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ഇന്ന് നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുഞ്ചിരിമട്ടത്തേക്കുള്ള ഒരു സംഘം, ദൗത്യസംഘം അല്പസമയം മുമ്പ് പോയി. ഇപ്പോൾ ഈ മുണ്ടക്കൈ ഭാഗത്തുള്ള പരിശോധനയ്ക്കുള്ള ദൗത്യസംഘം ഇവിടെ നിലവിലെത്തിയിട്ടുണ്ട്. മനു, ശരി. സുജീവ, ദൃശ്യങ്ങളിലേക്ക്, അതായത് ആ പുഞ്ചിരിമട്ടത്ത് നിന്നുള്ള ഉരുൾപൊട്ടി വന്ന ആ വഴി പോലുള്ള പ്രദേശങ്ങളിലേക്ക് ഒന്നുകൂടെ ഒന്ന് കാണിക്കാമോ? കാരണം ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി നമ്മുടെ പ്രേക്ഷകരിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അങ്ങ് ദൂരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ ദുരന്തത്തിൻ്റെ പ്രഭവസ്ഥാനം. അവിടെ നിന്ന് ആ ഉരുൾ ഒഴുകിയെത്തി ഒരു നാടിനെ ഒന്നടങ്കം തുടച്ചു നീക്കിക്കൊണ്ട് പോയതാണ് നമുക്ക് അതിൽ നിന്ന് കാണാൻ പറ്റുന്നത്. അതിൻ്റെ ഒരു വ്യാപ്തി, അതിഭീകരമായൊരു സാഹചര്യം നമുക്കവിടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒരാഴ്ച മുൻപ് വരെ, സുജി പറഞ്ഞതുപോലെ, ഒരാഴ്ച മുൻപ് വരെ മനുഷ്യർ ജീവിച്ചിരുന്ന ഇടമാണ് ആ വന്ന മേഖലയെല്ലാം, ആ കാണുന്ന പ്രദേശമെല്ലാം. പക്ഷേ അന്ന് ഒരു രാത്രി ഇരുട്ട് വെളുക്കുമ്പോൾ നമ്മൾ കണ്ടത് ഇതുവരെ കേരളം കാണാത്ത അതിഭീകരമായ ഒരു ദുരന്തത്തെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പക്ഷേ അവിടെ പകച്ചു നിന്നില്ല നമ്മൾ. എന്താണ് അതിൻ്റെ മറ്റൊരു വസ്തുത? അതിനെ അതിജീവിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ ഒരു പോരാട്ട ഭൂമിയിൽ എന്നവണ്ണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തി 6000-ഓളം പേരെ ആ ദുരന്ത ഭൂമിയിൽ നിന്ന് നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞു. ഇപ്പോഴും മണ്ണിനടിയിൽ ഏകദേശം 180-ഓളം മനുഷ്യർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അവരെ കണ്ടെത്തുക എന്ന വലിയ ദൗത്യമാണ് ഇപ്പോൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് വിവിധ ഇടങ്ങളിൽ ഈ തെരച്ചിൽ സൗകര്യങ്ങളെല്ലാം നമ്മൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആ തെരച്ചിലിൻ്റെ ഭാഗമായിട്ടാണ് ഉദ്യോഗസ്ഥർ രാവിലെ തന്നെ അങ്ങോട്ടേക്ക് വരികയും തെരച്ചിൽ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. മനുഷ്യരോടൊപ്പം തന്നെ ആധുനികമായ എല്ലാ സംവിധാനങ്ങളും, അതായത് ഐബോർഡ് റഡാർ, ഒപ്പം തന്നെ ഡ്രോൺ പോലുള്ള സംവിധാനങ്ങൾ, പിന്നീട് നമുക്കറിയാം തെരച്ചിൽ ഭൂമിയിൽ സാധാരണ ഉപയോഗിക്കുന്ന JCB, ഹിറ്റാച്ചി അടക്കമുള്ള കാര്യങ്ങൾ എല്ലാം ഉപയോഗിച്ചുകൊണ്ട്, എല്ലാം കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു തെരച്ചിൽ സംവിധാനം നമുക്കവിടെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഒരു ദുരന്തത്തിൻ്റെ ബാക്കി പത്രമായി, ഒരു ശ്മശാന ഭൂമി പോലെ മുണ്ടക്കൈയും പുഞ്ചിരിമട്ടവും അതുപോലെ തന്നെ ചൂരൽമലയും മേലെ മുണ്ടക്കൈയെല്ലാം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തെ അതിജീവിക്കുന്ന സമാനതകളില്ലാത്ത കാഴ്ചയെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും.